ഹായ്, ഇന്നത്തെ പരിപാടി നമ്മുടെ 2-3 ഇൻഡോർ പ്ലാന്റ്സ് ശരിയാക്കി എടുക്കാന്നുള്ളത് കേട്ടോ. നമ്മൾ ഐക്കേന്ന് വാങ്ങിയതാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇതിൻ്റെ ലീഫ് പോരുന്നു. ഇതിനാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം വെള്ളം ഇനി ഒഴിച്ച് ഇനി ഇത് ഫുൾ വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഇതിനകത്തെ സോയിൽ ഫുൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ റൂട്ടാണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ തണ്ടും ഇങ്ങനെ ഒടിച്ചൊടിച്ച് അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് വളർന്നോളും. അപ്പം നമ്മൾ ഇതിനെ രക്ഷിച്ചെടുക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഇതിൻ്റെ പുറത്തെടുത്ത് ഈ പോട്ടിൻ്റെ തന്നെ ഫ്രഷ് സോയിൽ ഇട്ടിട്ട് ഇതിൻ്റെ കട്ടിങ്സ് അതിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ലീഫിൻ്റെ ഗ്രോത്ത് കണ്ടാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം കട്ട് ചെയ്യാൻ. ആ ഓൾഡ് സ്റ്റെം അവിടെ നിന്നാൽ ഓൾഡ് സ്റ്റെമ്മിൽ നിന്ന് ഒരിക്കലും ന്യൂ ഗ്രോത്ത് വരത്തില്ല. അത്ര ന്യൂ സ്റ്റെംസിൽ നിന്നേ ഗ്രോത്ത് വരത്തുള്ളൂ. അപ്പോൾ ആ പഴയത് അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇത് ആക്ച്വലി വർക്ക് ചെയ്യുമോ അറിയാനായിട്ട് നേരത്തെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു കുഞ്ഞ് സ്റ്റെം കട്ട് ചെയ്ത് ആ ഉള്ള സോയിലോട്ട് തന്നെ വെച്ചായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് വളർന്നിട്ടുണ്ട്. കണ്ട ഇത്രമാണ് നമുക്ക് പുതിയത് കിട്ടിയേക്കുന്നത്. കുറച്ച് പുതിയ സോയിൽ കമ്പോസ്റ്റ് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്യുക. സത്യം പറയാലോ, ഒരു കൊലപാതകം ചെയ്ത ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആ പ്രോസസ്സിനെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുന്നു, സംഭവം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ വിൻഡോസിൽ തിരിച്ചു വെക്കാം. ഈ പ്ലാന്റ് നമ്മൾ ഐക്കയിൽ നിന്ന് വാങ്ങിയ ഒരു ബോൺസൈ ആണ്. ഇതിൻ്റെ പേര് ഫൈക്കസ് ജിൻസെങ്. എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പുതിയ ലീവ്സ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊന്ന് നനയ്ക്കാനായിട്ട് എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് എങ്ങനെയാണ് നനയ്ക്കുന്നത് പറഞ്ഞാൽ ഇത് സിങ്കിൽ വെള്ളം നിറച്ചിട്ട് അങ്ങ് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്തോട്ട് അധികം വെള്ളം ഒഴിക്കത്തില്ല. ബിക്കോസ് ഇതാ അഗെയിൻ മെഡിറ്ററേനിയൻ ഇനത്തിൽ പെട്ടതാണ്, അധികം വെള്ളം വേണ്ടാത്തതാണ്. അപ്പോൾ ഒന്ന് ഫുൾ സോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് തുടരണ്ട. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ റൂട്ട്സ് കണ്ടോ, അടിക്കൂട് മുഴുവൻ കൂടുതൽ വളർന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഇത്തിരി കൂടി വലിയ പോട്ടിലോട്ട് മാറ്റുക. വലിയ ഡിഫറൻസ് ഇല്ല. ഈ റൂട്ട്സിന് കുറച്ചും കൂടെ ശ്വസിക്കാൻ പറ്റുമല്ലോ, അതാ പോകുന്നു. അപ്പോൾ ഈ എക്സ്ട്രാ റൂട്ട്സ് ഒക്കെ അതിൻ്റെ തിരുന്നങ്ങ് വളർന്നോളും. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നനച്ചതിൻ്റേതായിട്ടുള്ള ഫുൾ നനവും അതിൻ്റെ തൊണ്ട്. കുറച്ച് പുതിയ സോയിൽ അടിയിലിടുന്നു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഫ്രൂട്ട്സിന് ആ പുതിയ സോയിലോട്ട് കയറാനുള്ളൊരു അവസരം കിട്ടാൻ. അതായത് തൊട്ടടുത്ത സൈസിലെ ചട്ടിയിലോട്ട് മാറ്റി, അധികം ഒന്നും വലുതാക്കിയില്ല. ഇത് നമ്മളിങ്ങനെ ബോൺസായി ആയിട്ട് തന്നെ നിർത്താൻ തീരുമാനിച്ചേക്കുന്നുണ്ട്. ആ റൂട്ട്സ് വളർന്നതുകൊണ്ട് മാത്രം. ഇത് ആക്ച്വലി ആ ഡെക്കറേറ്റീവ് ചട്ടി നമ്മൾ മാറ്റിയിട്ടും പോലും ഇല്ല, അതേ ഡെക്കറേറ്റീവ് ചട്ടിയിൽ വെച്ചു. കളയാനുള്ള സോയിലൊക്കെ അങ്ങ് മാറ്റി വെക്കാം. പോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പുതിയ ജീവനൊക്കെ കൊടുത്തു. താങ്ക് യു.